വേരപ്പന്റെ എഴുത്തുണ്ട്. അത് വേണേ 50 പൈസ തരണം. കുറുപ്പ് സാറേ, ഈ നാട്ടിൽ തൊട്ടാനും പിടിച്ചനും ഒക്കെ കൈക്കൂലിയാ. സാറോ തുടങ്ങിയോ? അയ്യോ, ഇത് കൈക്കൂലിയല്ലേ, കൂലിക്കത്താണ് അയച്ചിരിക്കുന്നത്. കൂലിക്കത്താണ് എനിക്ക് വേണ്ട. എന്നാ മരണക്കത്തായിട്ട് മടക്കി അയച്ചേക്കട്ടെ. അയ്യോ, വല്ല മരണം അറിയിച്ചുള്ള കത്താണെങ്കിൽ ഇങ്ങനെ അന്നേക്ക്. എന്നാ കാശ്. നീ എന്താ എത്ര നേരത്തെ പോന്നത്? സമരം? സമരോ? എന്താ കാര്യം? വണ്ടം വീട്ടിൽ ഒരു കുട്ടിയുടെ പുറത്ത് ബസ് മുട്ടി, അതിന് ഇവിടെ സമരം. സന്തോഷം. കുട്ടികൾക്ക് സമരം, അധ്യാപകർക്ക് സൗകര്യം. ആ, അച്ഛൻ വരാറായില്ലേ? മെയിൽ ബാഗ് എടുത്തിട്ടേ വരും. എന്നാ പൂട്ടിയിട്ട് വാ, നമുക്ക് പോവാം. എനിക്ക് പെൻഷൻ ആവാൻ ഇനി 1 കൊല്ലം കൂടിയേ ഉള്ളൂ. ശാരദമോള് ഡിപ്പാർട്ട്മെന്റിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ അവക്കൊരു ജോലി കിട്ടിയെന്ന് വരും. അങ്ങനെ ഞാനും രക്ഷപ്പെടും. പെങ്കൊച്ചുങ്ങളെ കെട്ടിച്ചയക്കാൻ വല്ലതും കരുതിയിട്ടുണ്ടോ? ഒന്നും കരുതിയിട്ടില്ല. 2 പേരെ പഠിപ്പിച്ചു. എന്റെയും നന്ദിനി ശമ്പളവും ഇച്ചിരി പശുക്കളെ വെള്ളമുണ്ട്, കഴിഞ്ഞു കൂടുന്നു. എല്ലാം ദൈവം നിശ്ചയം പോലെ നടക്കും കുറുപ്പ് സാറേ. ഈ മെയിൽ ബാഗ് അടുത്ത ബസ്സിൽ കൊടുത്തയക്കണം. ഞാൻ വരട്ടെ. ഓ, അമ്മേ, ഇന്നെന്താ പാല് കുറഞ്ഞു പോയത്? എന്താണെന്ന് അറിയില്ല മോളെ. അവളിന്ന് ആകെപ്പാടെ ഒരു ഇടങ്ങേറില്ല. അതെ, അമ്മ പിണ്ണാക്ക് കൊടുത്തത് അവൾക്ക് മതിയാകാഞ്ഞിട്ടാ. അല്ലടി മോളെ. പാൽ ഇതുവരെ കൊണ്ട് കൊടുത്തില്ലേ ലക്ഷ്മി? ഇപ്പഴാ കറന്നത്. അയ്യോ, ഇത് കിട്ടിയിട്ട് വേണം കുട്ടമ്പിള്ളക്ക് 10 ചായ അടിക്കാന്. അച്ഛാ, ഞാൻ കൊണ്ടു കൊടുത്തു. വേണ്ട, ഞാൻ കൊടുക്കാം. വരുമ്പഴേ പശുവിന് പിണ്ണാക്ക് മാറ്റോണ്ട് വരാൻ മറക്കരുത് കേട്ടോ. ഓ, ഇതല്ലി, ഇതാ പോയി ചായ ഇട്. എനിക്ക് വയ്യ, കുറെ കോമ്പറ്റീഷൻ ബുക്ക് നോക്കാനുണ്ട്. അത് പിന്നെ മതി. നിനക്ക് ചായ ഇട്ടാ എന്താ? എനിക്ക് മനസ്സില്ല. നിങ്ങൾ 2 പേരും വഴക്കിടണ്ട. ചായ ഞാനിടാം. അമ്മേ, ചായ ഞാനിട്ടോളാം. വേണ്ട മോളെ, ഞാൻ ചായ ഇടാം. ഒരു ജോലിയും ചെയ്യിക്കാതെ അമ്മയാ ഇവളെയിട്ട് കൊഞ്ചിക്കുന്നത്. ഓ, ഒരു പുന്നാര മോള്. അതേടി, അവളെ എന്റെ പുന്നാര മോള് തന്നെയാ. അതിനിപ്പോ നിനക്കെന്താ വേണം? മോളെ, പൊന്നും പണവും കൊടുക്കാനുണ്ടെങ്കിൽ 2 പേരുടെയും വിവാഹം നാളെ നടത്താം. നിന്റെ കയ്യിലുണ്ടോ? എന്റെ എവിടുന്ന? എന്നാ പിന്നെ കിടന്ന് പിടച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അപ്പൊ അവരെ കെട്ടിച്ചയക്കണ്ടേ? വേണം. നമ്മുടെ ശേഷിക്കത്തെ ചെറുക്കന്മാരെ അന്വേഷിക്കാനായിട്ട് ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പ്രായമായ പെമ്പിള്ളാരാ. വല്ല കുരുത്തക്കേടും കാണിച്ചാ ഞാൻ ഒരു വീക്ക് വെച്ച് തരും. അവരെന്റെ മക്കളാ. ഞാൻ അന്തസ്സായിട്ടാ പഠിപ്പിച്ചതും വളർത്തുന്നതും. അവർ ഒരു കുരുത്തക്കേടും കാണിക്കത്തില്ല. നീ പോയി കിടന്ന് പറഞ്ഞ പരമോള ഇന്നലെ വന്നിരുന്നല്ലേ? രൂപ എടുത്തോണ്ട് വെച്ചിട്ടുണ്ട്. അയ്യോ, ചതിച്ചോ ദൈവമേ! പെട്ടിയാലാണ് തല്ലിപ്പൊളിച്ചിരിക്കുന്നത്. പരമോളയ്ക്ക് കൊടുക്കാനുള്ള 7,000 രൂപ ഇതിനകത്തുണ്ടായിരുന്നു. അയ്യോ, ഇത് കള്ളം കയറിയതാ. ഇവൻ എവിടെ കൂടെ കയറി കള്ളൻ? ഓട് വിളിച്ചാ കയറിയിരിക്കുന്നത്. എന്റെ നാരായണ, പരമുള്ള തനിക്ക് തരാനുള്ള രൂപയായിരുന്നു. കുറുപ്പേ, എന്റെ രൂപ ഇപ്പൊ കിട്ടണം. ഇങ്ങനെ കന്നിച്ചോറില്ലാണ്ട് പറഞ്ഞാലോ? കള്ളം കൊണ്ടുപോയി പണം അങ്ങനെ എങ്ങനെ തരാനാ? എല്ലാറ്റിനും ഒരു സമാധാനം വേണ്ടേ? എടാ ദാമോദര, എന്റെ പെങ്കൊച്ചിനെ കെട്ടിച്ചയക്കാനുള്ള സ്ത്രീധന തുകയാ. അത് നാളെ കൊടുക്കേണ്ടതാ. കുറുപ്പേട്ടാ, ഒരു കാര്യം ചെയ്യും, വേഗം പോയി പോലീസിലാണ്. അത് നേരാ. ഈ പ്രദേശത്ത് ഇതുവരെ ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത്രയും നാളത്തെ എന്റെ സർവീസിൽ ഇങ്ങനൊരു സംഭവം ആദ്യമായിട്ടാണ്. ഭാർഗവൻപിള്ള അദ്ദേഹം പുറത്തു പോയിരിക്കാം. ഇപ്പോൾ ഈ പ്രളയൊക്കെ പറയും, നമുക്ക് ആ സ്ഥലം പരിശോധിക്കാം. സർ, ശാരദ വിഷമിക്കണ്ട. ആ പോലീസുകാരൊന്നും വന്നോട്ടെ. അവര് കള്ളനെ കയ്യോടെ പിടികൂടും. പിള്ളച്ചേട്ടന്റെ കാശും കിട്ടും.
ഒന്ന് പേടിക്കാതിരി. കിട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളൂ. നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. എനിക്ക് വേണ്ട. ഞാൻ പോയേച്ചു വരാം. ഭർഗംപിള്ളേ, കള്ളൻ ഓട് പൊളിച്ചാണ് അകത്ത് കയറിയിരിക്കുന്നത്. അതെ, ഈ പെട്ടിലാണ് രൂപ വെച്ചിരുന്നത്. ആന്നേ, എത്ര രൂപ ഉണ്ടായിരുന്നു? 7000 രൂപ ഉണ്ടായിരുന്നു. എപ്പോഴാ വെച്ച് പൂട്ടിയത്? ഇന്നലെ രാവിലെയാണേ. ഇവിടെ എത്ര ജീവനക്കാരുണ്ട്? ഞാൻ മാത്രമേ ഉള്ളേ. പിന്നെ ഈ പെണ്ണേതാ? ഇതെന്റെ മോളാ. ഒരു സഹായത്തിന് ഇവിടെ വരുന്നതാ. സഹായത്തെന്ന് പറഞ്ഞാൽ പാർട്ട് ടൈം സ്റ്റാഫാണോ? അല്ല, അച്ഛനെ സഹായിക്കാൻ വരുന്നതാ. നിന്റെ പേരെന്താ? ശാരദ. പെട്ടിയിൽ പണം വെച്ച് പൂട്ടുമ്പോൾ നീ ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഇന്നലെ ഓഫീസ് അടയ്ക്കുമ്പോൾ ഇവിടെ മറ്റാരെങ്കിലും ഉണ്ടായിരുന്നു? എന്റെ സഹോദരിയും ഉണ്ടായിരുന്നു. ഓഹോ, ഭർഗംപിള്ളേ, ഫിംഗർ പ്രിന്റ് എടുപ്പിക്കണം. ശരി സാർ. നിങ്ങൾ അച്ഛനും മകളും ഓഫീസ് പൂട്ടി ഞങ്ങളോടൊപ്പം സ്റ്റേഷനിലേക്ക് വരണം. ഞാൻ എന്തായി കേൾക്കുന്നത്? മോളെ, അച്ഛനെ പോലീസുകാർ വല്ലതും ചെയ്യുമോടി? ഒന്നും ചെയ്യില്ലമ്മേ. വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിച്ചോണ്ട് പോയതായിരിക്കും. മോളെ കഥകളെല്ലാം നടത്തിട്ട് വന്നേ. നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോയിട്ട് വരാം. പക്ഷെ കുറവ് സാധാരണ ഇത്രയും വലിയൊരു തുക നിങ്ങളുടെ ഓഫീസിൽ സൂക്ഷിക്കാറുണ്ടോ? ഇല്ല സാർ, ഇത് ഹെഡ് ഓഫീസിൽ നിന്ന് എടുത്തോളുന്ന രൂപയാണ്. കൈപ്പറ്റലിന്റെ ആളുകളൊന്നുമില്ല, അതുകൊണ്ട് ഓഫീസിൽ സൂക്ഷിച്ചു. രൂപ ഓഫീസിൽ തന്നെ സൂക്ഷിച്ചു എന്നുള്ളത് സത്യമാണോ? സത്യമാണ് സാർ. ഞാൻ കണ്ടതാ സാറേ. അച്ഛൻ പെട്ടിയിൽ വെച്ച് പൂട്ടിയിട്ടാ പോയത്. നീ ഓഫീസിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലും നിന്റെ അച്ഛന് ദോഷമാണ്. അതെങ്ങനെ? രേഖാമൂലമായി നിനക്ക് പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിൽ ജോലിയുണ്ടോ? ഇല്ല. എന്നാൽ നിയമപരമായി ആദ്യം സംശയിക്കേണ്ടത് നിന്നെയാണ്. രൂപ ഞങ്ങളെടുത്തുന്നാണോ സാറ് പറയുന്നത്? എന്താ അങ്ങനെ ആയിക്കൂടുന്നുണ്ടോ? ഞങ്ങൾ കട്ടുമോഷിച്ചൊന്നും കഴിയുന്നവരല്ല. നല്ല അന്തസ്സായിട്ട് ജോലി ചെയ്ത് തന്നെ ജീവിക്കുന്നത്. നിങ്ങൾക്ക് കള്ളനെ പിടിക്കാൻ കഴിവില്ലെങ്കിൽ അതങ്ങ് പറഞ്ഞാൽ മതി. ഇത് പോസ്റ്റ് ഓഫീസ് അല്ല, പോലീസ് സ്റ്റേഷനാ. ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. കേട്ടോ? പെണ്ണെന്നോ? അധികാരമുണ്ടെന്ന് കരുതി ആക്ഷേപിക്കരുത്. ഇപ്പോൾ ഒരു 2 ദിവസം കസ്റ്റഡിയിലിരിക്കട്ടെ. സത്യം ഞാൻ പറയിപ്പിച്ചോളാം. സാറേ, അവൾ അറിവില്ലാതെ നിങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ആരെങ്കിലും സംശയമുണ്ടോ? എനിക്കാരും സംശയമില്ല. എന്നാൽ എനിക്കൊരാളെ സംശയമുണ്ട്. ആരെയാ? എന്നും പോസ്റ്റ് ഓഫീസിൽ വരുന്ന ദാമുവിനെ. ഏത് ദാമു? ആ പെൻഷൻ പറ്റി വില്ലേജ് ഓഫീസറുടെ മോൻ ദാമുവിനെ. ദാമു തന്നെയാണ് രൂപ എടുത്തുള്ളതിന് നിനക്ക് ഉറപ്പുണ്ടോ? ഉണ്ട്. ഒടുവിലേ വാദി വെറുതെ അയാൾ തന്നെ എടുത്തിട്ടുള്ളത്. ആ ശരി, നിങ്ങൾ വെക്കൂ. ഞാൻ വിളിക്കുമ്പോ വരണം. ദൈവത്തെ പോയി പേടിയിലെത്തണം മോളെ ദാമു. നീ അവനെ പേര് പറഞ്ഞത്? സംശയമുള്ളത് കൊണ്ട് തന്നെ. നീ പറഞ്ഞതിന് തെളിവില്ലാതെ വന്നാലേ അവൻ എന്തൊക്കെ ചെയ്യുമെന്ന് ആർക്കറിയാം? നേരാ. ഏതായാലും നിങ്ങൾ വീട്ടിലോട്ട് പോയത് ഞാനേ എഴുത്തേക്ക് കൊടുത്ത് വന്നിക്കാം. പ്രമാദാരെ സാർ, ആരായി ദാമു? അയ്യോ, അവന് പിടിച്ച ഒരു ചട്ടമ്പി അല്ലേ സാർ? ചട്ടമ്പി അവന്റെ വീടുവിടാ. അവനിപ്പം അവന്റെ വീട്ടിലല്ല താമസം. പിന്നെ അവനാ കൈവശംകാർക്കാരുടെ കൂടാ. കൈവശംകാർക്കായി. എന്റെ ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും? കുറുപ്പേ, നാളെ 10 മണിക്ക് മുമ്പ് രൂപ കൊടുത്തില്ലെങ്കിൽ എന്റെ മോടെ കല്യാണം മുടങ്ങിപ്പോവും. വേറെ ആരും എന്നെ സഹായിക്കാനില്ലെന്ന് കുറുപ്പിനറിയാമല്ലോ. പരമുള്ള വിഷമിക്കാതെ
എനിക്കും 2 പെൺകൊച്ചുങ്ങളുള്ളതാ. എല്ലാം വിറ്റ് പിറക്കിയെങ്കിലും തന്റെ രൂപ ഞാൻ ഉണ്ടാക്കി തരാം. താൻ സമാധാനമായിട്ട് പോകും. എവളാണ് സാറേ കൈവശംകാർക്ക്? ഞാൻ പറഞ്ഞില്ലേ, ദാമു എവളുടെ വീട്ടിലാ താമസം. എവളുടെ വീട് മുഴുവൻ പരിശോധിച്ചു, അവനെ കിട്ടിയിട്ടില്ല. അവനെ എവള് എവിടെയോ ഒളിപ്പിച്ചിരിക്കുകയാണ്. എത്ര ചോദിച്ചിട്ടോട്ട് പറയുന്നുമില്ല. സാറ് തന്നെ ചോദിച്ചാൽ ദാമു എവിടെ ഉണ്ടെന്ന് നിനക്കറിയില്ല അല്ലേ? എനിക്ക് അറിഞ്ഞൂടെ എന്റെ യമാനെ. ദാമുവായിട്ട് നിനക്കിപ്പോ യാതൊരു ബന്ധവും ഇല്ല അല്ലേ? ഉണ്ടായിരുന്നേ, അതൊക്കെ പഴയ കഥയാ. പക്ഷേ ഇപ്പൊ ഒരാളിന്റെ ചെലവിൽ മാനമര്യാദയായിട്ട് ജീവിക്കുകയാണ്. ഈ പറയുന്നതെല്ലാം എന്റെ പെറ്റമ്മയാണ് സത്യം യമാനെ. ദീപിക്കും ഇത്തിരി പൊന്നുള്ളത് പറിച്ചു വിറ്റാലോ? ഈ പെമ്പിള്ളാര് വെറും കഴുത്തോടെ നടക്കുന്നത് നാണക്കേടല്ലേ? അതിനേക്കാൾ നാണക്കേടല്ലേ ലക്ഷ്മി നാട്ടുകാരെന്നെ കള്ളനെന്ന് വിളിക്കുന്നത്? അതിന് അച്ഛനല്ലല്ലോ രൂപ മോഷ്ടിച്ചത്. കുഞ്ഞേ, പോസ്റ്റ് ഓഫീസിൽ നിന്ന് രൂപ പോയതിന്റെ ഉത്തരവാദിത്വം എനിക്കാ. ചിലപ്പോ എന്റെ ഉദ്യോഗം പോയെന്ന് വരും. ഒന്നും ആലോചിക്കാനില്ല അച്ഛാ. പൊന്നു വിൽക്കുന്നത് തന്നെയാ നല്ലത്. അതുകൊണ്ട് തികയോ? തികഞ്ഞില്ലേ? നമ്മുടെ പശുവിനെ കൂടെ വെക്കാം. പശുവിനെ വിൽക്കാനോ? എന്റെ ഭഗവാനെ, ഞങ്ങളെ എന്തിനിങ്ങനെ പരീക്ഷിക്കുന്നു? അമ്മ വിഷമിക്കാതെ. എന്തൊക്കെ വിറ്റാലും പരമുള്ളയുടെ പണം നാളെ തന്നെ കൊടുക്കണം.